The plan right here, bringing swag with a man right here, living it up. So hello guys, welcome back to my channel CMC കണ്ണൻ. അപ്പം വീണ്ടും നമ്മളൊരു മൈൻക്രാഫ്റ്റ് വീഡിയോ ഇട്ട് തന്നെയാണ് വീണ്ടും വന്നേക്കുന്നത്. അപ്പം ഞാൻ CMC കണ്ണനുണ്ട്, CMC കിച്ച് ഞാനുണ്ട്. അപ്പം പിന്നെ നമ്മുടെ മൈൻക്രാഫ്റ്റ് ഉണ്ട് നമ്മളാണെങ്കിൽ കുറേ മുട്ടകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ഉണ്ട്. ഷാർക്ക് ഉണ്ട് നമുക്ക്. ഇത് ഷാർക്കാണ്. ഈ ഒരു മുട്ട ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം. ഈ കാണുന്ന ഈ മുട്ട കണ്ടോ, കാണാൻ പറ്റുമെന്ന് അറിയത്. ഈ മുട്ട ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം. നമ്മളാണെങ്കിൽ ഷാർക്കാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ പോയി രണ്ട് പശു കഴിച്ച് നമ്മൾ ഒരു പശു രക്ഷപ്പെട്ട് കഴിച്ച് നമ്മൾ പിടിക്കുമ്പം നമ്മുടെ ചാടുന്ന ഏരിയ, നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഏരിയ, അതായത് നമ്മൾ ഡൈവ് അടിക്കത്തില്ല ആ ഏരിയയാണ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷാർക്കാണെന്ന് ഒരു ഡൗട്ടുണ്ട്. ഇത് വെള്ളത്തിലും വീഴുന്നില്ലേ? നമുക്ക് വെള്ളത്തിൽ ശരി ഇത് വെള്ളത്തിലും വീഴുന്നില്ലേ? അപ്പോൾ എന്തിൻ്റെ മുട്ടയാ? ഗൈസ് ഇത് മുട്ട വീഴുന്നില്ല. വീഴുന്നതിനെ മുട്ട കഴിക്കും അറിയത്തില്ല. എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നു. ഏതൊരു മുട്ടയാണ് നമുക്ക് കണ്ടാൽ അറിയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് അടുത്തൊരു മുട്ട പോകാൻ ആദ്യത്തെ മുട്ടയാണ് നമുക്കറിയാം. ഇത് നമുക്ക് കണ്ണാത്ത സ്കെൽറ്റൻ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് നാളെ രാവിലെ 9 മണിക്ക് ലൈവ് ഉണ്ട്. എല്ലാവരും കയറി പവർ കാണിക്കാം. 9 മണിക്ക് ലൈവ് ഉണ്ട് കേട്ടോ. ഗൈസ് കറക്റ്റ് 9 മണിക്ക് ലൈവ് ഉണ്ട്. ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ് അടിച്ചേ, ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് അടി ഗൈസ്, സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്ത ഗൈസ്. പെട്ടെന്നാകട്ടെ ഗൈസ് 100 സബ് ഉറപ്പാണ് ഗൈസ്. നമുക്ക് സോംബി മുട്ട പാരറ്റാണ് ഇത് ഗൈസ്. ഒരു പച്ച മുട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആണ്ടേ ഒരു പച്ച മുട്ട കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത് റെക്കോർഡിംഗ് ആണ്, നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ കാണാമായിരിക്കും. നമുക്കൊന്ന് ഓ ഗൈസ് കിളിയാണ് ഗൈസ്. കിളിയാണ് ഗൈസ്. നമുക്ക് ഗൈസ് നമ്മുടെ കിളിയാണ് ഗൈസ്. നല്ല കിളിയാണ് കേട്ടോ ഗൈസ്. 2 കിളിയാണ്. നല്ല 2 കളിയിൽ നിന്ന് തന്നെ പറന്നു പോണ്. പരസ്യമാണ് ഗൈസ്. ഇതിലൊക്കെ എപ്പോഴും പരസ്യമാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ മൈൻക്രാഫ്റ്റ് വീഡിയോ ഇരിക്കുന്നുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ പെട്ടെന്നൊന്ന് കാണുക ഗൈസ്. അതിൻ്റെ പാർട്ട് 2 ആണ് ഗൈസ്. പാർട്ട് 2 പിന്നെ ഗൈസ് നമ്മളെ വീടിൻ്റെ കുറച്ച് കൂടെ പണി ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇന്ത്യയിൽ ഇതാണ് ഫ്രണ്ടിൽ നിന്നുണ്ടോ. അപ്പം മതിൽ കെട്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഫസ്റ്റ് അത് നിങ്ങളെല്ലാത്തിനും കാണിച്ചു തരാം. സത്യമാണ്. അപ്പം സബ് അടിക്കാതെ പെട്ടെന്ന് സബ് അടിച്ച് ഒരു പെട്ടെന്ന് സബ് അടിക്കും. അപ്പോൾ ഗൈസ് നമ്മളെ അടുത്ത് നമ്മളെ വാതിലിൻ്റെ ഇൻറ്റീരിയറിലാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊള്ളാമല്ലേ? നമ്മൾ CMC കണ്ണൻ ചെയ്തതാണ്. നമുക്ക് ഗൈസ് ഇതിനകത്താണ് കയറി ഗൈസ് ഒരു പാണ്ട ഗൈസ്. എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്കറിയില്ല. ഇവർ സ്റ്റാൻഡ് ചെയ്യുന്നതാണോ എനിക്ക് നമുക്ക് ഗൈസ് കരിമ്പ് തിന്നുകൊണ്ടിരുന്നതാണോ ചെറുതാവും. നമുക്കെന്തായാലും ഗൈസ് നമുക്കാണെങ്കിൽ നമുക്കിതിനകത്ത് പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ നമ്മൾ മേലത്തെ നിലയിലാണ് നമ്മൾ പൂച്ചകളെ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഇറങ്ങി താഴെ വന്നു ഗൈസ്. അപ്പം കഥവിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് കൈകാര്യം ഇത് ഒരുത്തം വിളിച്ചാടിയിട്ടുണ്ട് കേട്ടോ. അത് പോട്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ കുറച്ച് വർക്ക്സ്, നമ്മുടെ സ്റ്റെപ്സും കുറച്ച് ഫോട്ടോസും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വട്ടത്തെ നമ്മുടെ വീഡിയോയിൽ കുറേ കമൻറ്റ് വന്നത് ഇത് മൈൻക്രാഫ്റ്റില്ല ലോഗിങ് ക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഇത് ലോഗിങ് ക്രാഫ്റ്റ് തന്നെയാണ്. ആരും കൂടുതൽ പറയാനുണ്ട്. നമ്മൾ മൈൻക്രാഫ്റ്റ് എടുക്കണമെന്നുണ്ട്, പക്ഷെ പൈസ കൊടുക്കണം ഗൈസ്. ഗൈസ് എല്ലാവരും സബ്ബടി പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് ഡോറൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് വന്നത് പിന്നെ നമ്മുടെ CMC കണ്ണൻ്റെ മുറിയിലോട്ടൊക്കെ കയറാം. നമ്മളെ CMC കണ്ണൻ്റെ മുറിയാണ്. നിങ്ങൾക്ക് ലാപ്പിൽ കാണിച്ചു തരാം.
കൊള്ളല്ലേ, ഇത് ചെയ്തതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് താഴത്തെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും പറഞ്ഞു. പിന്നെ നമ്മൾ ലൈബ്രറിയുടെ കഴിഞ്ഞാട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ലൈബ്രറിയുടെ ഒരു കുറച്ച് കാര്യങ്ങൾ. നമ്മൾ കഴിഞ്ഞാട്ട് ലൈബ്രറിയിൽ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ ചെറിയ ചുറ്റും കാര്യങ്ങൾ ചുമ്മാ വെച്ചിട്ടുണ്ട്. ചുമ്മാ എനിക്ക് ചുമ്മാ പഠിച്ചുവാണെങ്കിൽ പിന്നെ ഗൈസ് എൻ്റെ മുറി വലിയായിട്ടൊന്നും ഇല്ല. നമ്മളെ കണ്ട ഇത്രേ ഉള്ളൂ ഗൈസ്. എൻ്റെ മുറി ഇത്രേ ഉള്ളൂ ഗൈസ്. ലൈറ്റ് ഗൈസ് ഇതാണ് എൻ്റെ മുറി. പിന്നെ നല്ല മുറിയൊക്കെ പിന്നെ വേറെ ഏതോ ഷോർട്ട് വീഡിയോ ഇട്ടപ്പം ഒരാൾ കമൻറ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ ജെസ്വിൻ അഭിലാഷ് വെയിറ്റ് ചെയ്ത യൂട്യൂബ് ചാനൽ എവിടെ, എന്താ വീഡിയോ ഇടാത്ത കുറേ പേര് ഏതാണെന്നറിയത്തില്ല. ഒരാൾ കമൻറ്റ് ഇടും. അപ്പം എനിക്ക് തന്നെ ഗൈസ് അവൻ വീഡിയോ ഇടുന്നില്ല, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അവൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഗൈസ് അവൻ താഴെ എല്ലാവരും അവനാണ് ഈ കമൻറ്റ് ഒന്ന് ഇടുക കേട്ടോ. എടാ നീ ഒന്ന് താഴെ കമൻറ്റ് ഇടണം. നമ്മുടെ ഗൈസിന് എൻ്റെ വ്യൂസിന് നീ എന്ത് ചെയ്യുന്നത് അപ്പം ചോദിക്കുകയാണേ ഗൈസ്. നമ്മൾ ഈ കമൻറ്റ് ഇട്ടവൻ കാണുന്നുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. അവൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവൻ്റെ ചാനലിൻ്റെ പേര് എനിക്കൊന്ന് മാറ്റിയതാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. കഴിഞ്ഞ വട്ടം ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയപ്പം ഗെയിമിംഗ് വെയിറ്റ് അങ്ങനെ കിടക്കുന്നത്. പിന്നെ ഗൈസ് നമ്മുടെ അടുക്കളയാണ് ഗൈസ്. നമ്മുടെ അടുക്കള വലിയതൊന്നും ഇല്ല, നമ്മൾ ചുമ്മാ അത് വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് ഗൈസ്. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. എൻ്റെ ഫ്രിഡ്ജൊന്നും അല്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ ലൈറ്റ് നമ്മുടെ ജെസ്സിന് വേണ്ടി ആയിക്കോട്ടെ. അപ്പോൾ എല്ലാ മച്ചാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ അവൻ്റെ ചാനലും കൂടെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ 9 മണിക്ക് പെട്ടെന്ന് 9 മണിക്ക് നമ്മളെ ലൈവ് ഉണ്ട്. അതിനകത്താണെങ്കിൽ നമ്മൾ റെഡിങ് കോഡിൻ്റെയും കാര്യത്തിനും എല്ലാത്തിനും നമ്മൾ നാളെ പറയുന്നതായിരിക്കും. അപ്പം ലൈവ് അപ്പോൾ അപ്പോൾ നമുക്കിനി മേലത്തെ റൂമിലോട്ട് പോകാം. മേലത്തെ റൂമിൽ നിന്ന് പൂച്ചയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. മഴയുണ്ടെന്ന് തോന്നുന്നു, നല്ല മഴയാണെന്ന് തോന്നുന്നത്. മോനെ ഗൈസ് നമ്മുടെ വാൽക്കണി ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് മഴയാണ് കേട്ടോ. സന്ധ്യയാണെന്ന് അറിയാം. നമ്മുടെ ടോയ്ലറ്റുണ്ട്, അത് റൂമാണ്. ഇതിൻ്റെ മണ്ടയിലും ഉണ്ട്. അത് നമുക്ക് നാളെ കാണിച്ചു തരാം ഗൈസ്. ഇപ്പോഴാണെങ്കിൽ എനിക്കൊന്ന് രാത്രിയും ആയിട്ടുണ്ട്. നമ്മൾ ഒരു പരസ്യം കണ്ടിട്ടുണ്ട്. എനിക്ക് സബ്ബടിക്കാത്തവരൊന്ന് സബ്ബടിച്ച് ലൈക്ക് അടിക്കാറൊക്കെ പോടിക്കില്ല. സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചങ്ങ് പോയി. ഒരു പൂച്ചയാണ്, പശുവുണ്ട്. നമുക്കൊരു പശുവുണ്ട്, 2 പശു ഉണ്ടായിരുന്നു. ഒരു വലിയ പശു, ഒരു കുഞ്ഞു പശു ഉണ്ടായിരുന്നു. ആ ഒരു കുഞ്ഞു പശു ഏതൊരു പശു നടക്കുന്നത്. അത് പശുക്കളും കണക്കാണ്. പാവങ്ങളല്ലേ ജീവിച്ചു പൊക്കോട്ടെ. അപ്പം രാത്രി തന്നെ അത് പശുക്കളും കണക്കാണ്. പാവങ്ങളല്ലേ ജീവിച്ചു പൊക്കോട്ടെ. അപ്പം രാത്രി തന്നെ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച് രാവിലെ മഴ പോകത്തില്ല. ഇങ്ങനെ കേസ് ഇന്നലാണെങ്കിൽ നമ്മുടെ ഈ വീടിന് അറ്റാക്ക് ഉണ്ടായിരുന്നു കേസ്. അപ്പം വീഡിയോ എടുക്കാൻ നേരത്ത് കുറേ നേരം ഇന്ന് ചരച്ച്. അപ്പോൾ ഇപ്പം വീഡിയോ ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ അതങ്ങ് തീർന്നു, ആ കടിക്കങ്ങ് തീർന്നു കേസ്. അപ്പോൾ നിങ്ങൾക്ക് ബാൽക്കണി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബാൽക്കണിയുടെ എൻട്രൻസ് ഇതാണ്. ഒരു പച്ച ടൈലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് ഇതാണ് കഴിച്ച് ഏറ്റവും കഴിച്ച് നമ്മൾ റോസാപ്പൂട്ട് അലങ്കരിച്ച് വെച്ചേക്കുക. ഇത് കൊള്ളാം കേട്ടോ. കുറേ ഉണ്ട് കഴിച്ച് നമ്മുടെ വീട്ടിൽ. പിന്നെ കഴിച്ച് ഇപ്പോഴത്തെ മോഡൽ അനുസരിച്ച് നമ്മൾ വെച്ചതാണ് കഴിച്ച്. അത്ര ശരിയായിട്ടില്ലെന്ന് അറിയാം. പിന്നെ കഴിച്ച് നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ലുക്കൊക്കെ നോക്കാം. അതിനുകൊണ്ടാണ് ഈ വഴി വെച്ചേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി പോകാനേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആണ്. ഗൈസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഇന്ത്യർ അങ്ങനെ കണ്ടല്ലേ പറയുന്നത്. പിന്നെ
പിന്നെ ഗൈസ് നമ്മൾ താഴെ ഒരു പശു ഇപ്പോൾ നമ്മുടെ ഡൈ പിടിക്കാനുള്ള സ്ഥലം, നമ്മളൊരു പൂച്ച, പിന്നെ ഗൈസ് നമ്മളൊരു കോഴി ഫാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് പക്ഷേ വീഡിയോ ഇട്ടിട്ടില്ല, പാർട്ട് 2 ആണ് ഗൈസ്. പാർട്ട് 2 ഇടണമെന്നുണ്ട്, പക്ഷേ ഇത് പാർട്ട് 2 ആയിട്ട് നമ്മൾ ഇടുന്നത് ഗൈസ്. ഇത് പാർട്ട് 2 ആണ്. നമ്മളിത് വീടിന് ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതൊന്ന് മൈൻഡപ്പ് ചെയ്യും. അപ്പോൾ വീട് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത്. കാരണം അന്ന് പിന്നെ ഒത്തിരി ഹെഡുകളും പൊട്ടിക്കാനുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ചാനലിലേക്ക് സബ് അടിക്കും പ്ലീസ് ഗൈസ്. നമ്മൾ കുറേ ദിവസം കൊണ്ട് പറയുന്നത്. അപ്പോൾ ഗൈസ് ഏതൊരു പൂച്ച പ്രസവിച്ചതേ കണ്ടോ ഗൈസ്, കൊച്ചു ബേബി. നമ്മളാണ് ഒരു 4 പൂച്ച എങ്ങാണ്ട് ഇവിടെ വരുത്തിയിട്ടുള്ളൂ ഗൈസ്. ഈ പൂച്ച ഞാൻ 4 പൂച്ചേൻ്റെ അടിയിലാണ്, പക്ഷേ കൊച്ചു മാത്രം മേലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഗൈസ് നമ്മളാണെങ്കിൽ മേലോട്ട് പോവുകയാണ്. ഇവിടെ മഴക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ ഇതാണ്, കാണത്തില്ലായിരിക്കുമല്ലോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ടാങ്ക് വരുന്നത്. അപ്പം ഇങ്ങനെ പൊട്ടി നമുക്ക് വേണേ ഇവിടെ ഇങ്ങനെ നോക്കാം വെള്ളം ഉണ്ടോ എന്ന്. പിന്നെ ഗൈസ് ഇതാണ് നമ്മുടെ കോഴി ഫാം ഗൈസ്. കാണാൻ വിശ്വസിക്കുന്നു കോഴി ഫാം. പിന്നെ ഗൈസ് ഇവിടെ നിന്നാണ് നമുക്കിങ്ങനെ കണ്ടോണ്ടൊക്കെ ഇരിക്കാൻ, വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാരം ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ നിങ്ങളുടെ ഓരോ ചാലഞ്ചുമായി പിന്നെ ഗൈസ് നിങ്ങൾ പറഞ്ഞ ചാലഞ്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ചാനൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടേണേ. നമ്മൾ കുറേ കണക്കാവും ഗൈസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീടിനടുത്ത് തന്നെ ഒരു കരിമ്പൂന്തോട്ടം ഗൈസ്. ആ കരിമ്പൂന്തോട്ടം നമുക്കങ്ങ് സ്വന്തമാക്കണം. അതൊക്കെ എത്രയേ ഉള്ളൂ. നമ്മളടുത്ത് എന്തോ സാധനം ഉണ്ടാവും ഗൈസ്. നമ്മളെ അങ്ങനെ നമ്മളൊക്കെ എങ്ങനെ ഗൈസ്, നിങ്ങളെങ്ങനെയാണെന്ന് നമുക്ക് ഈ എഗ്ഗ് പൊട്ടിക്കുന്ന കാര്യം നമ്മൾ അടുത്തൊരു വീഡിയോ, നമുക്കിത് ഈ വീഡിയോ ഇന്ത്യയിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. പിന്നെ പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് കേസ് പറയുന്നത്. പിന്നെ നമ്മളൊരു വേറൊരു ഗെയിമും ഉണ്ട് ഗൈസ്. ആ ഒരു ഗെയിം ഇന്ത്യൻ ഗൈസ് കേരള കാർ സിലിമേറ്റർ ഒരു ഗെയിമിൻ്റെ പേര് ഗൈസ്. കേരളത്തിലെല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ മിനി കൂപ്പറും താറ് നമ്മുടെ മാരുതിയുടെ വണ്ടികളെല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ഇടാം. ഞാനപ്പം അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പം വേണ്ടവരും അത് കേട്ടോ. പിന്നെ ഗൈസ് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ തുടങ്ങണമെന്ന് കുറേ ദിവസം ആയിരിക്കും. അപ്പം നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ വേണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ഇടാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നിങ്ങൾക്ക് തുടങ്ങുന്നതായിരിക്കും. അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ റൂം കാണിച്ച് ഇവിടെയാണ് ഗൈസ്. ഇതാണ് നമ്മളെ ഗൈസ്. നിങ്ങൾക്ക് ഈ കഥക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ്, നിങ്ങൾക്ക് ഈ കഥക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ വെച്ചല്ല, ഇവൻ വെച്ചാണ് ഗൈസ്. കഴിഞ്ഞ വട്ടത്തെ ഇൻട്രോ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ഈ ബാത്റൂമിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈലാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ്. നമുക്ക് മറ്റേ പന്തം വേണ്ട, നമുക്ക് ഈ ലൈറ്റ് മതി. ഇതിൻ്റെ ഒരു നീലയുണ്ട്, പക്ഷെ നീലക്കാലം വട്ടം കൂടുതൽ എനിക്കിതാന്ന് തോന്നുന്നു. നമ്മൾ ചില സ്ഥലത്ത് നീല വെച്ചിട്ടുണ്ട്. ആണ് ഗൈസ് ഇവിടെ നമ്മൾ നീലയാണ് വെച്ചേക്കുന്നത്. വെട്ടമാണ്. ഇവിടെ പൂച്ചയുണ്ട്. പിന്നെ ഇതാ ഗൈസ് നമ്മളെ കുറേ നമ്മൾ തിയേറ്റർ റൂം ഗൈസ്. നമ്മുടെ തിയേറ്റർ റൂമിലൊക്കെ ഉള്ള നമുക്ക് സിനിമ കാണാൻ പറ്റാത്തത് നമുക്കറിയാം. TV ഒന്നും ഇല്ല നമുക്കറിയാം. അങ്ങനെ 2 പെയിൻറ്റിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പെയിൻറ്റിങ്ങിന് ഇത് ഓണാകുന്ന സ്വിച്ച്. അപ്പം ഇവിടെ നമ്മൾ 4 ലൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 4 ലൈറ്റ് ഒരു ലൈറ്റാണ് നല്ല വെട്ടമുണ്ട് കേട്ടോ. നമ്മളെ മഞ്ഞയ്ക്ക് നീലക്ക് അത്രയ്ക്ക് ഇല്ലെന്ന് തോന്നുന്നു. നീല അത്രയില്ല. പിന്നെ ഗൈസ് ഇതൊക്കെ എനിക്ക് പറഞ്ഞിട്ട് പിന്നെ ഈ ടേബിൾ എന്തോന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കണ്ട. ചാടിനെ മണ്ടയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ താഴെ ഒരു അരമാർക്ക് കാണിക്കും. അപ്പോൾ നമ്മൾ താഴെ കിടക്കും. ഇത് എന്തോ ടേബിളാണ് ഇത്? നമ്മൾ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കിയത് ഇങ്ങനെയാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇവിടുത്തെ ഓരോ ബാത്റൂമുണ്ട്. ഇത് നമ്മുടെ ബാത്റൂമാണ്. നമ്മുടെ തിയേറ്ററിലെ ബാത്റൂമാണ്. പണി തുടങ്ങി നമ്മുടെ ബാത്റൂമിലെ പണി ഇതുവരെ നമ്മൾ തുറന്നിട്ടില്ല. പിന്നെ നമ്മൾ ഓരോ റൂമിലെയും ബാത്റൂമിൻ്റെ പണി നമ്മൾ തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അയ്യോ പറയുന്ന
അത് എൻ്റെ ബാത്റൂമിൻ്റെ പണി ഇവിടെ വരെ ഇത് നമ്മൾ ഡബ്ബ് ഉണ്ടാക്കാനാണ് നോക്കിയത്. പക്ഷെ 2 കല്ലൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാതിൽ കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇവിടെ വെച്ച് ടൈല് നമുക്ക് CMC കണ്ണൻ്റെ ബാത്റൂമാണോ നോക്കാം. നാളെ 9 മണിക്ക് ലൈവ് ഉണ്ട് കഴിച്ചു. എല്ലാവരും പറഞ്ഞേ നമ്മളെ റെഡിമേഡിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ ഇവൻ്റെ ഈ മുറിയിലോട്ട് കയറി കഴിഞ്ഞാൽ കഴിച്ച് നിങ്ങൾ നോക്ക്, ഇത്രയും സ്ഥലത്ത് ഒരു കഥ പോലും നിങ്ങൾ കാണാനില്ല. പക്ഷേ കഥ കൊണ്ട് കാണും. അപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ CMC കണ്ണൻ്റെ റൂമിലെ ബാത്റൂമിൻ്റെ ഡോർ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതില്ല വേണ്ടേ. റൂം മാത്രം വലിയതായിട്ടുണ്ടെന്നേ ഉള്ളു ഗൈസ്. റൂം മാത്രം ലക്ഷറിയാണ്, പക്ഷേ ബാത്റൂം മാത്രം ഇങ്ങനെ ദരിദ്രമായി പോയതല്ലേ. പിന്നെ അപ്പോൾ ഗൈസ് നമ്മളെ ഇവിടെ കാണിച്ചു. പിന്നെ ഗൈസ് നമുക്ക് പിന്നെ വേറൊരു റൂം ഉണ്ടായി, നമ്മുടെ സീക്രട്ട് റൂം. അവിടെ നമുക്ക് ആയുധങ്ങൾ വെക്കാൻ വേണ്ടി ഉപയോഗിച്ചാണ്. നമുക്ക് കുറേ ആയുധങ്ങളുണ്ടെന്ന് എൻ്റെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ അതിനകത്താണ് വെക്കുന്നത്. പക്ഷെ നമ്മൾ ലാസ്റ്റ് അതെല്ലാം മാറ്റാൻ ആയുധങ്ങൾ മാത്രം വെക്കും. വേണ്ടേ ഇതാണ് ഒരു പൊളിച്ച് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ താട്ടങ്ങനെ വിടില്ല. ഇതാണ് കേസ് നമ്മുടെ സ്ഥലം. നമ്മൾ അണ്ടർഗ്രൗണ്ടിലാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ നമ്മൾ 2 ഗോൾഡ് കൊടുത്തേക്കുന്നത്. പിന്നെ 1 കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലൈറ്റിന് ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വേണ്ട ഇതാണ്, മറ്റേ ഉപയോഗിച്ചിട്ടില്ല. കൊള്ളല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കണ്ട നമ്മൾ അന്ന് ഉപയോഗിച്ച നമുക്കാണെങ്കിൽ ഇതൊക്കെ വേണ്ടേ ഇങ്ങോട്ട് എടുത്ത് വെക്കാം.